കോളും തിരമാലകളുമൊക്കെ ഹല്ലേലൂയ ആ പടകിനകത്തേക്ക് ഇരച്ചു കയറുമ്പോഴും അതിൻ്റെ അമരത്ത് സുഖമായി കിടന്നുറങ്ങുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളോടുള്ള ഒരു പ്രവചന ശബ്ദമാണ്, ഒരു ദൂതാണ്. നിങ്ങളിത് ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ നിങ്ങളെ കാണുവാൻ സാധ്യതകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എത്രത്തോളം നിങ്ങളത് സ്വീകരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം കിടന്നുറങ്ങുകയാണ് അമരത്ത്. എന്നാൽ തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ ശിഷ്യന്മാർ കിടന്ന് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി എങ്ങനെ ഇതിനെ ആ തിരമാലയെ ഒന്ന് അടക്കും, എങ്ങനെ ഇതിനെ ഒന്ന് മറികടക്കുമെന്ന് ആകുലതപ്പെടുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ, നിങ്ങൾ ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ എങ്ങനെ ഇതിനെ മറികടക്കും, എങ്ങനെ ഇതിനെ ഓവർടേക്ക് ചെയ്യും? ആമേൻ, ഹല്ലേലൂയ. ഈ പ്രതിസന്ധി ആരോടൊക്കെയുള്ള ദൂതാണ്? ഈ പ്രതിസന്ധി എങ്ങനെ ഞാൻ മറികടക്കും? ആരോടൊക്കെയുള്ള ദൂതാണ് ഇത്? ആമേൻ, ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കും. ആമേൻ, ഇതിനെങ്ങനെ മറികടക്കും? ഈ വിഷയത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ നോക്കി നിങ്ങൾ പകച്ചു നിൽക്കുകയാണെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അമരത്ത് കർത്താവുണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാനെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഓ ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ആമേൻ ഈ പ്രതികൂലത്തെ കണ്ട്, ഈ തിരമാലയെ കണ്ട്, ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടരുത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ആമേൻ, ഹല്ലേലൂയ, നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം വേണം. ആമേൻ. കർത്താവ് അമരത്തു തലവെച്ച് കിടന്നുറങ്ങി. കർത്താവിന് അറിയത്തില്ലയോ തിരമാലകളുണ്ട്? ആമേൻ, ഹല്ലേലൂയ. കാറ്റാഞ്ഞടിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. വെള്ളം ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ പടകിനകത്ത് കയറുന്നു എന്നൊക്കെ കർത്താവിന് അറിയാമല്ലോ. നിങ്ങളുടെ വിഷയങ്ങളെ സകലതും കർത്താവിനറിയാം. നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ പ്രതികൂലത്തിലാകുന്ന ആ വിഷയങ്ങളൊക്കെ കർത്താവിനറിയാം. എന്നാൽ നിങ്ങൾ വിശ്വസ്തരാണോ? ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവവുമായി എത്ര ആഴമേറിയ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും കർത്താവ് എഴുന്നേൽക്കും. കർത്താവ് എഴുന്നേറ്റ് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ആമേൻ, ഹല്ലേലൂയ, അവൻ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എന്ത് ചെയ്യും? ആമേൻ, ആ വിഷയത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും? ഓ ഹല്ലേലൂയ, ഇനി എനിക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഞാൻ മുങ്ങുക തന്നെ ചെയ്യും എന്നാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവമക്കളെ, പ്രിയരെ, ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത് എന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. നിങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിങ്ങളെ തനിച്ചാക്കി